ഹലോ ഗീതാ ഗോവിന്ദിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം. ആദ്യം തന്നെ ഇന്നത്തെ തുടക്കം വിലാസിനിയുടേതാണ്. വിലാസിനി ഭയങ്കര തലവേദന എടുത്ത്, ശരിക്കും ഇത് അഭിനയമല്ല, തലവേദന എടുത്തിട്ട് വിലാസിനി ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര തലവേദന, ഡോക്ടറെ കാണിക്കാൻ ചികിത്സയ്ക്ക് പൈസ വേണമെന്നൊക്കെ ഭദ്രനോട് പറയുന്നുണ്ട്. പക്ഷേ ആരും വിശ്വസിക്കില്ല വിലാസിനിയുടെ, ശരിക്കും എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രിയ വരും, പ്രിയും നാടകമെന്ന് വിചാരിക്കും. വിലാസിനി ആകെ ഒരു എന്താ പറയുക, പുലി വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആരും വിശ്വസിക്കുന്നില്ല. അതവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതു ഓഫീസിലേക്ക് എത്തി. അപ്പോൾ ഗീതു വന്നതൊക്കെ നമ്മുടെ ഗോവിന്ദ് CCTV കാണുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും അവർണികയും ഗീതുവും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മുടെ ഗോവിന്ദ് CCTV കാണുന്നുണ്ട്. അവർണിക ഇങ്ങനെ പറയും, എന്തിനാ വെറുതെ സ്വയം അപമാനിതയാവുന്നതെന്നൊക്കെ പറയും. ഗീതു പറയും, ഇനി കൂടുതൽ നമ്മുടെ നാടകം ശക്തമാകണം, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെയും കിഷോറിനെയും കുറിച്ചിട്ട് കൂടുതൽ ഇങ്ങനെ പറയണം, സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ കൂടുതൽ വഴക്ക് പറയണം എന്നൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പറയണം എന്നൊക്കെ പറയും. അപ്പോൾ അവർണിക പറയും, എന്തിനാ വെറുതെ എല്ലാവരും കേൾക്കില്ലേ, എന്തിനാ വെറുതെ സ്വയം അപമാനിതയാവുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അതെൻ്റെ കണ്ണേറ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ സഹിക്കുന്നത്, എന്നാലേ ഇതിൻ്റെ പിന്നിൽ കിഷോറിനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ണേറ്റിനെ ഇല്ലാതാക്കുന്നവരൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിഷോറിന് ഞാൻ എന്തായാലും വേണ്ടാന്ന് വെച്ചു എന്ന് അവരുടെ പറയും. പിന്നെ എന്തിനാ ഇതൊക്കെയെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗീതു പറയും, എനിക്കും കണ്ണേട്ടിനും സത്യങ്ങളെല്ലാം അറിയാലോ, ഞാൻ എന്താ പറയുക തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാലോ, എനിക്കത് മതി. നീ പറഞ്ഞല്ലോ കിഷോറിനെ നീ വേണ്ടാന്ന് മാറ്റി വെച്ചു എന്നൊക്കെ, ഞാൻ എൻ്റെ ജീവിതം കണ്ണേട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എന്നൊക്കെ ഇങ്ങനെ ഗീതു പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് കുറച്ചും കൂടെ നാടകം ശക്തമാക്കണം എന്നൊക്കെ പറയും. എന്നാലേ സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞാലേ അവൻ കൂടുതൽ വിശ്വസിക്കുള്ളൂ, അതാണ് എളുപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയും. എന്നിട്ട് കണ്ണേട്ടിൻ്റെ ശത്രുക്കൾ, ചുറ്റുമുള്ളതൊക്കെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇതേ ഒരു വഴിയുള്ളൂ, എന്നെ സഹായിക്കണമെന്ന് ഗീതു പറയും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് ഗീതു നേരെ ക്യാബിനിലേക്ക് പോകും. ഗീതു ക്യാബിനിലെത്തുമ്പം തന്നെ നമ്മുടെ കിഷോർ അതിലോട്ട് പാസ് വരുന്നത് നമ്മുടെ ഗോവിന്ദ് കാണും. അപ്പോൾ ഗീതു എത്തിയപ്പോൾ തന്നെ പറയും, വളരെ പ്ലാനിങ്ങോടുകൂടെ ഇവർ കാര്യങ്ങൾ നീക്കുന്നത്, കാരണം നീ എത്തിയപാട് തന്നെ കിഷോർ അതിൻ്റെ പിന്നാലെ തന്നെ തൊട്ട് പിന്നാലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ കിഷോർ നിൻ്റെ നീക്കങ്ങളൊക്കെ നോക്കിയിട്ട് നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് ഗീതുവോട് പറയും. അപ്പോൾ ഗീതു ആകെ ദേഷ്യം പിടിച്ചിട്ട് പറയും, ഇങ്ങനെ അവനെ എന്താ പറയുക സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ മൂക്ക് പിടിച്ച് നിലത്തിട്ട് ഉരച്ച് എന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഇങ്ങനെ കത്തികൊണ്ട് നെഞ്ചത്തിങ്ങനെ ദേഹത്തിങ്ങനെ വരഞ്ഞിട്ട് അതിൽ മുളക് പൊടി തേക്കണം എന്നൊക്കെ ഇങ്ങനെ ഗീതു ഇങ്ങനെ ദേഷ്യത്തോടെ പറയും. അപ്പം ഗോവിന്ദ് പറയും, ഇതൊരു പ്ലാനിങ് അല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഗീതു പറയും, ഈ പ്ലാനിങ്ങിനായിട്ട് ഞാൻ എൻ്റെ സ്വന്തം എന്താ പറയുക ചാരിത്രയാണ് ഇതാക്കിയത്, അഭിമാനമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇതൊക്കെ ചരിത്രമൊക്കെ ഈ ആണുങ്ങൾക്ക് പറഞ്ഞതല്ലല്ലോ, ആണുങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ, അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതിനൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ആ ദേഷ്യത്തോടെ പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പിടിച്ചു വെക്കും, ഇപ്പോൾ ഈ ദേഷ്യത്തോടെ നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കും. അവിടെ ചെറിയൊരു റൊമാൻസ് ഉണ്ടാവും, കെട്ടിപ്പിടിക്കും. എന്നിട്ടിങ്ങനെ ചരിത്രത്തെക്കുറിച്ച്, അപ്പോൾ എൻ്റെ ചരിത്രം 916 ആണെന്നൊക്കെ ഗോവിന്ദ് പറയും. അപ്പോൾ ഗീതു പറയും, അതെനിക്കറിയാമെന്നൊക്കെ പറയും. എന്നിട്ട് പറയും, ഇപ്പോൾ കുറച്ചായിട്ട് ബോഡി ടച്ചിങ് കുറച്ച് കൂടുതലാണല്ലേ എന്നിങ്ങനെ ഗോവിന്ദ് പറയും. എന്നിട്ട് സോറി പറയും. അപ്പോൾ ഗീതു നേരെ തിരിച്ച് താങ്ക്സ് ഒക്കെ പറയും. അതവിടെ ചെറിയൊരു കാര്യം കഴിഞ്ഞു. എന്നിട്ട് ഗോവിന്ദ് പറയും, സുവർണ ആരോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ചിലപ്പോൾ ചേതൻസ് ഗ്രൂപ്പിനെ അറിയിക്കാനായിരിക്കും, നമ്മൾ തമ്മിൽ ഇപ്പോൾ ശത്രുക്കളാണ് എന്ന് പറയാനായിരിക്കും എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, അങ്ങനെയാണെങ്കിൽ ചേതൻ ഗ്രൂപ്പ്സ് ഇപ്പോൾ ഇവിടെ എത്തും എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയേ, അങ്ങനെയൊന്നുമില്ല, വരാനൊന്നും സാധ്യതയില്ല, ചിലപ്പോൾ നമുക്കിട്ടൊരു പണി തരാൻ സാധ്യതയുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രാധികാമ്മ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഗീതു എത്തിയല്ലോ, നമ്മുടെ ചേതൻ ഗ്രൂപ്പ് എത്തിയല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടും കുറച്ച്, അമ്മ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഗീതു പറയും, ഇടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മ വരുന്നുണ്ട്, രാധികാമ്മ വരുന്നുണ്ട്, അത് എനിക്കിട്ട് എങ്ങനെ പണി തരാമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ അതവിടെ കഴിയും. എന്നിട്ട് രാധികാമ്മയും വരുണും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് CCTV നമ്മുടെ ഗോവിന്ദുമാണ്. രാധികാമ്മ ഇങ്ങനെ ഓൾറെഡി പറയും, ഇവിടുന്ന് സംസാരിക്കേണ്ട, വെറും വരുണ് പറയും, ഇവിടുന്ന് സംസാരിക്കേണ്ട, CCTV ഗോവിന്ദ് കാണും, പിന്നെ ഗൂഢാലോചന എന്നൊക്കെ വിചാരിക്കുന്നു പറയും. അപ്പോൾ രാധികാമ്മ പറയും, അങ്ങനെയൊന്നുമില്ല, നമ്മളെന്തെങ്കിലും സംസാരിക്കുന്നത് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സംസാരിക്കും. ഇടയ്ക്ക് നമ്മുടെ കുറച്ച് കഴിഞ്ഞിട്ട് സുവർണയും വരും. കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാധികാമ്മയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതായത് കിഷോർ എത്തിയിട്ടുണ്ട്, പക്ഷേ ഗോവിന്ദ് സാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ വഴക്ക് പറഞ്ഞേനെ, ക്യാബിനിൽ വിളിപ്പിച്ചേനെ എന്നൊക്കെ പറയും. അപ്പോൾ രാധികാമ്മ പറയും, എന്നാൽ വേഗം കിഷോറിനെ റൂമിലേക്ക് പറഞ്ഞേക്ക്, ഒപ്പം ഗീതും കൂടി ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രാധികാമ്മ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ എല്ലാവരും ഓക്കെ ആക്കിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്നൊക്കെ രാധികാമ്മ പറയും. എന്നിട്ട് നേരെ കിഷോറിൻ്റെ റൂമിലേക്ക് അവിടത്തേക്ക് പറഞ്ഞേക്കും. അവർ 4 കൂടെ ക്യാബിൻ്റെ പുറത്തേക്ക് ഉണ്ടാവും. അത് നമ്മുടെ ഗോവിന്ദിന് മനസ്സിലാവും. ആദ്യം അവിടുത്തെ പുറത്തേക്ക് CCTV കട്ടാക്കാൻ വേണ്ടി വരുന്ന ആദ്യം സുവർണയെ പറഞ്ഞ് ഏൽപ്പിക്കും, ഒളിഞ്ഞൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോവിന്ദിന് പക്ഷേ കാര്യം മനസ്സിലാവും, അവർ പണി തുടങ്ങിയെന്ന് ഗീതുവോട് പറയും, CCTV കട്ടാക്കിയെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ഗീതു പറയും, അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിൻ്റെ പുറത്ത് അവരുണ്ടാവും, നമ്മൾ തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ആക്ടിങ് തുടങ്ങിക്കോ, കിഷോറിനെ എന്നെയും തമ്മിൽ ബന്ധിപ്പിച്ച് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയും. അങ്ങനെ അവർ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ
എന്താ പറയുക, ഗോവിന്ദും ഗീതുവും തമ്മിൽ അടി കഴിയുന്ന പോലെ തന്നെ നീ അവൻ്റെ കൂടെ പോയതല്ലേ, എനിക്ക് മനസ്സിലായി നീ എവിടെയാണ് ഇത്ര നേരം പോയെന്ന് പറയും. ഗീതു നേരെ തിരിച്ചിട്ട് ഞാൻ ആരുടെ കൂടെയും പോയിട്ടില്ല, എന്നാൽ പിന്നെ ഞാൻ ആരുടെ കൂടെ പോയെന്ന് തെളിയിക്ക്, പ്രൂഫ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ തമ്മിൽ ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അടിക്കുകയും ഇടയ്ക്ക് എന്നിട്ട് കിഷോറിനെ കയറ്റി വിടും ഉള്ളിലേക്ക്, ക്യാബിനിലേക്ക്. ഇപ്പോൾ രാധികാമ്മ പറയും നീ പോകേണ്ട ടൈമായി, സംശയം തോന്നുന്ന രീതിയിൽ നീ പെരുമാറണം എന്ന് പറയും ആദ്യം കിഷോറിനോട്. അങ്ങനെ തന്നെ കിഷോർ ഇങ്ങനെ എല്ലാം അറിയുന്ന മാഡം തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കിഷോർ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഗോവിന്ദ് പറയും എനിക്ക് ഒന്നും കിഷോർ പറയണ്ട, പോട് മതി ഇങ്ങനെ പറഞ്ഞിട്ട് ക്യാബിനിൽ പറഞ്ഞേക്കും. ഗീതു പറയും പോവല്ല, കറക്റ്റ് പറഞ്ഞിട്ട് പോകുമെന്ന് പറയും. ഗോവിന്ദ് പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ കുറച്ച് കളിച്ചിട്ട് കിഷോർ പുറത്തേക്ക് പോകും. ഇന്ന് തന്നെ ഇവർ പിരിയുന്ന തോന്നുന്നതെന്ന് ഇങ്ങനെ സുവർണയൊക്കെ പറയും അടി കേട്ടിട്ട്. അപ്പോൾ അവർ അത് വിശ്വസിച്ചു, അവരുടെ നാടകം അവരെല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയും കൂടെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ ഗീതു പറയും ഇന്ന് ഇത്രയും മതി, എനിക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്തിട്ട് വീഡിയോ ഓണാക്കിയിട്ട് പുറത്തേക്ക് പോകും. കാരണം ഇവർ നാലാളി ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നത് അവർക്ക് കാണാം. അങ്ങനെ ഫോൺ ഓണാക്കിയിട്ട് ഗീതു പുറത്തേക്ക് വരുമ്പം വിചാരിച്ച പോലെ തന്നെ അവർ നാലാൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഗീതു ഇങ്ങനെ അറിയാത്ത പോലെ ഇങ്ങനെ പറയും, അപ്പോൾ നിങ്ങൾ നാലാളുമാണ് കണ്ണേട്ടൻ്റെ മനസ്സിലിങ്ങനെ സംശയം എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്, ഉണ്ടാക്കി പ്രചരിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവരിങ്ങനെ അപ്പോൾ ഗീതുവും എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ ഗീതു ഇങ്ങനെ പറയും, വരിവരിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ രാധികം പറയും ഞാൻ കണ്ണനെ കാണാൻ വേണ്ടി നിന്നതാണ്, ക്യാബിനിലേക്കത്തേക്ക് വരാൻ വേണ്ടി നിന്നതെന്ന് പറയും. സുവർണ പറയും ഞാൻ മേഡത്തിൻ്റെ കൂടെ വന്നതാണെന്ന്. അങ്ങനെ അവരവരെ ഇങ്ങനെ തപ്പിപ്പിടിക്കും. അപ്പോൾ കിഷോർ പറയും ഞാൻ ഇതിനകത്തില്ല, ഞാൻ നിരപരാധിയാണെന്ന് പറയും. അപ്പോൾ വരുൺ അതിൻ്റെ ഇടയ്ക്ക് എടുത്തിടും, നിങ്ങളെങ്ങനെയാണ് നിരപരാധിയാണെന്ന് നിങ്ങൾ രണ്ടാളും കൂടെ പുറത്ത് കറങ്ങിയിട്ട് വരുന്നതെന്നല്ല ഇങ്ങനെ പറയും. രാധികാമ്മ പറയും നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പഴയ ബന്ധം തുടരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഗീതു ഇതൊക്കെ വീഡിയോയിൽ പിടിക്കുന്നുണ്ട്, അജാസ് ദൂരെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് അജാസ് അടുത്ത് വേണ്ടി ഇങ്ങനെ പറയും നിങ്ങൾ എന്തിനാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് തർക്കിക്കുന്നത്, ഗോവിന്ദ് സാർ ഒരിക്കലും ഗീതുവിനെ ഉപേക്ഷിക്കില്ല, സംശയിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഗീതു ഇങ്ങനെ നേരെ തിരിച്ചു വരുന്നുണ്ട്, എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്, ഇനി കണ്ണേട്ടന് അത് എന്നിൽ സംശയം ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്നിട്ട് രാധികാമ്മ പറയും ഇനി എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടത്തിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.